എന്നിട്ട് 2 കൈയും മലർത്തി ഇവിടുന്ന് എടുത്തങ്ങ് മലർത്തണം. അങ്ങനെ അങ്ങ് മലർത്തിയിരിക്കണം ആ സ്റ്റെപ്പിനെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ എടുത്ത് വന്നിട്ട് നടക്കുക. 1 2 3 4 5 6 7 8 1 2 3 5 6 7 8 ഇത്രയും കിട്ടി. അതായത് ഇതിങ്ങനെ നമ്മൾ നേരത്തെ കളിച്ചത് പുറകിലേക്ക് കുത്തിയിട്ടായിരുന്നു. അതിന് പകരം ഫ്രണ്ടിൽ കൂടെ അങ്ങ് കാലെടുത്ത് വെക്കുക. ഈ സ്റ്റെപ്പ് നമുക്കൊക്കെ അറിയണതാണ്. അതിനെ തിരിച്ചും കണ്ടോ നടന്നു എന്നിട്ടങ്ങ് കൊട്ടിയിരുന്നു. മനസ്സിലാവണ്ടേ? ഇനി ഏതായിരുന്നു? 1 2 3 4 5 6 7 8 1 2 3 4 5 6 1 2 3. ഇതിൽ ആദ്യം എടുത്തത് ആദ്യത്തെയും രണ്ടാമത്തെയും ഓമനക്കുട്ടൻ്റെ സ്റ്റെപ്പിൽ പെട്ടതാണ്. ഒന്നുകൂടി കാണിച്ചു തരാം. 1 എടുത്തു, 2 കണ്ടോ കയറ്റി ചവിട്ടി, 1.5 അടിയോളം കയറ്റി ചവിട്ടി, 3 അതിന് നേരെ ഫ്രണ്ടിൽ വെച്ചു, 4 തിരിച്ച് വിളക്കിന് നേരെ വന്നു. ഈ കൊട്ട് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടാണ് കൊട്ടുന്നത്. ഇതല്ല, ഇങ്ങനെ കൊട്ടി ഇങ്ങനെ കൊട്ടി 5 6. ഇനി 3 കണ്ടോ നമ്മൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും കൊട്ട് നിന്നു. മൂന്നാമത്തെ മാത്രമാണ് ഇങ്ങനെ അമർത്തി ചവിട്ടി താഴ്ന്ന് കൊട്ടി. ഇത്രയും കഴിഞ്ഞാൽ പിന്നെ ഇപ്പം നമ്മൾ വട്ടത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. ഇനി ആ സ്ഥലത്തേക്ക് ഒരൊറ്റ കൊട്ട് കൊട്ടി അങ്ങ് സ്പീഡിൽ ഇറങ്ങിപ്പോവും. അതായത് മറ്റേ